നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലായിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് കൊടകര സ്വദേശി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ഓവുങ്ങൽ റോഡിൽ യാത്രാ ദുരിതം. VBG റാംജി പദ്ധതിയുടെ തൃക്കൂർ പഞ്ചായത്തുതല ഉദ്ഘാടനം നടത്തി. സാഹിത്യകാരൻ പൊൻകുന്നം വർക്കിയെ അനുസ്മരിച്ച് കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്വർണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 1000 രൂപ കൂടി 1,07,800 രൂപയായി. വാർത്തകൾ വിശദമായി. നെല്ലായിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഉളുമ്പത്തുകുന്ന് തെക്കൂട്ട് വീട്ടിൽ സതീശന്റെ മകൻ സജീഷാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. കഴിഞ്ഞ 29 വൈകിട്ട് നെല്ലായിലായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മരണം. നിഹിതയാണ് ഭാര്യ. അമർനാഥ്, ലക്ഷ്മി നന്ദ എന്നിവർ മക്കളാണ്. ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ടാറിംഗ് നടത്താത്തതിനാൽ ജനം ദുരിതത്തിൽ. മറ്റത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് ഓവുങ്ങൽ അന്നാംപാടം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡിലാണ് ഈ ദുരവസ്ഥ. 3 മാസം മുൻപ് ജൽജീവൻ മിഷൻ കുടിവെള്ള പൈപ്പിടാൻ കുഴിയെടുത്തതോടെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് ഓവുങ്ങലിൽ നിന്ന് അന്നാംപാടം ലിഫ്റ്റ് ഇറിഗേഷനിലേക്കുള്ള റോഡ് തകർന്നത്. പൈപ്പിടാൻ ചാല് കീറിയത് മണ്ണിട്ട് മൂടിയെങ്കിലും മഴയായതോടെ ഈ ഭാഗത്ത് മണ്ണൊലിച്ചു പോയതാണ് ദുരിതത്തിന് കാരണം. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഏതാനും വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനാണ് അന്നംപാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് പൈപ്പിടൽ നടപടികൾ പൂർത്തിയാക്കിയത്. എന്നാൽ പൈപ്പിട്ട് പോയതല്ലാതെ പിന്നീട് വാട്ടർ അതോറിറ്റി അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുഴിക്കാൻ കാണിച്ച ആവേശം കുഴിയടച്ച് ടാർ ചെയ്യുന്നതിന് ഉണ്ടായില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്ത സാഹചര്യമാണെന്നും വെള്ളം കെട്ടിനിന്ന് ചെളിക്കുളമായ റോഡിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് യാത്രാ ദുരിതത്തിനൊപ്പം മതിലുകളിലേക്ക് ചെളി തെറിച്ച് വൃത്തികേടാകുന്നതും ദുരിതമായി. റോഡ് റീടാർ ചെയ്യുന്നതിന് നടപടികൾ ആരംഭിച്ചതായും വാട്ടർ അതോറിറ്റിയുടെ വീഴ്ചയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്നും വാർഡ് മെമ്പർ ഷീജ അജിത്ത് പറഞ്ഞു. പൊളിക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പാലിച്ചില്ലെന്നും വാർഡ് മെമ്പർ കുറ്റപ്പെടുത്തി. താൽക്കാലികമായി ക്വാറി വേസ്റ്റ് നിരത്തിയെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് ഓവുങ്ങലിൽ നിന്ന് അന്നാംപാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലേക്കുള്ള റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥയാണിത്. 3 മാസം മുൻപ് കുടിവെള്ള പദ്ധതിക്കായി ഈ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനായി കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച ഈ റോഡ് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ മഴ പെയ്തതോടെ കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. ഏതായാലും ഈ മഴക്കാലത്ത് ഇതിലൂടെ സഞ്ചാരയോഗ്യമായ രീതിയിൽ റോഡിനെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ഉപജീവന മിഷൻ ഗ്രാമീൺ എന്ന പദ്ധതിക്ക് തൃക്കൂർ പഞ്ചായത്തിൽ തുടക്കം. VBG റാംജി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ സംഗീത ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സന്ദീപ് കണിയത്ത, പഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ്, പഞ്ചായത്ത് VEO ദീപക് എന്നിവർ പ്രസംഗിച്ചു. VBG റാംജി പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങളിലും കൂലിയിലും വർധനവ് കൂടാതെ സംസ്ഥാന സർക്കാരുകൾ 40% പദ്ധതി വീതം നൽകണമെന്നതടക്കമുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും. ഗവൺമെന്റ് അധികാരത്തിലേക്ക് ഈ രാജ്യത്ത് വിഷമം അനുഭവിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു പോക്കറ്റ് മണി കിട്ടണം എന്നുള്ള നിലപാടിൽ വലിയൊരു തീരുമാനമെടുത്തിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. നമുക്ക് കിട്ടേണ്ട വേതനത്തിന്റെ അളവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ പങ്കിടുമ്പോഴും അത്
സാഹിത്യകാരൻ പൊൻകുന്നം വർക്കിയെ അനുസ്മരിച്ച് കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കൊടകര ബോയ്സ് സ്കൂളിലാണ് പരിപാടി നടത്തിയത്. സാഹിത്യകാരിയും അധ്യാപികയുമായ രാജകുമാരി വിനോദ് ക്ലാസ് നയിച്ചു. ശബ്ദിക്കുന്ന കലപ്പ, മോഡൽ എന്നീ കൃതികളെ പരിചയപ്പെടുത്തി. പ്രധാനാധ്യാപിക ജിഷ മാത്യു, ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ, സീനിയർ അധ്യാപകൻ ജോബി എം തോമസ് എന്നിവർ പ്രസംഗിച്ചു. അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതി പോസ്റ്റിൽ കയറിയ കരാർ ജീവനക്കാരൻ തലകറക്കം മൂലം പോസ്റ്റിൽ കുടുങ്ങി. പാണഞ്ചേരി മഞ്ഞക്കുന്നിലാണ് സംഭവം. തൃശൂർ അഗ്നിരക്ഷാസേന എത്തി ജീവനക്കാരനെ സുരക്ഷിതമായി താഴെ ഇറക്കി. KSEB കരാർ ജീവനക്കാരനായ അരുണാണ് തലകറങ്ങി പോസ്റ്റിൽ കുടുങ്ങിയത്. അഗ്നിരക്ഷാസേന എത്തുന്നതുവരെ സഹപ്രവർത്തകൻ പോസ്റ്റിൽ കയറി അരുണിനെ താഴേക്ക് വീഴാതെ സുരക്ഷിതമായി പിടിച്ചിരുത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ സ്കൂൾ തല ശാസ്ത്രമേള സൈറിയ നോവ 2026 സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സയൻസ് പാർക്ക് ഡയറക്ടർ VS ശ്രീജിത്ത് വിവിധ രാസപദാർത്ഥങ്ങളെ സമന്വയിപ്പിച്ച് ജ്വലനത്തെ സഹായിക്കുന്ന ഓക്സിജൻ വാതകത്തെ പുറത്തുകൊണ്ടുവരുന്ന വേറിട്ട ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ NP ശിവൻ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ മടക്കേടത്ത്, മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജിത് നാരായണൻ, ഡോക്ടർ മനോജ്, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, മാതൃസമിതി പ്രസിഡന്റ് സുബിത എന്നിവർ പ്രസംഗിച്ചു. ചെറിയ പൈസക്ക് ഇപ്പോൾ 1900 രൂപയുണ്ടെങ്കിൽ ഒരു കൊല്ലം നമുക്ക് കോൾ ചെയ്യാം, നമുക്ക് ഡാറ്റ ഉപയോഗിക്കാം, സമൃദ്ധിയായിട്ട് ഉപയോഗിക്കാം. അത്രയും എന്താ പറയുക, ചെറിയ പൈസ. നമുക്കറിയാം, വെളിച്ചമില്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് വെളിച്ചം കൂടിയിട്ട് ഒരിക്കലും ഇരുട്ടാവാത്ത രീതിയിൽ ഭൂമി മാറിക്കഴിഞ്ഞു. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിമാനത്തിലൂടെ രാത്രി സഞ്ചരിച്ചിട്ട് ഭൂമിയിലേക്ക് നോക്കണം. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം സംഘടിപ്പിച്ചു. ചിറക് 2026 എന്ന പേരിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷനായി. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പറപ്പൂക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു സുരേഷ് 2026-27 വർഷത്തേക്കുള്ള അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. SMC ചെയർമാൻ CK സുദേവൻ, MPTA പ്രസിഡന്റ് വിദ്യാമാധവൻ, അധ്യാപകരായ സമീന തോമസ്, കിഷോർ N കരുൺ, M സീമ എന്നിവർ പ്രസംഗിച്ചു. SSLC വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും LSS USS പുരസ്കാര ജേതാക്കളെയും ആദരിച്ചു. MPTA പ്രസിഡന്റായിട്ടുള്ള വിദ്യാമാധവൻ, വികസന സെക്രട്ടറിയായിട്ടുള്ള സത്യേകൻ മാഷ്, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള എല്ലാവർക്കും നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 13,475 രൂപയായി. പവന് 1000 രൂപ കൂടി 1,07,800 രൂപയാണ് വെള്ളിയാഴ്ചത്തെ വിപണി നിരക്ക്. വ്യാഴാഴ്ച വ്യാപാരം തുടങ്ങിയതിനു ശേഷം വില 3 തവണ ഉയർന്നതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച വില കുത്തനെ ഉയർന്നത്. തുടർച്ചയായി വില ഉയരുന്ന സാഹചര്യത്തിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ 1.5 ലക്ഷത്തിനടുത്ത് നൽകേണ്ടി വരും. ആഗോള സ്വർണ്ണ വിപണിയിലെ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ സങ്കീർണമായി തുടരുന്നതാണ് രാജ്യത്തെ സ്വർണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പ്രധാന കാരണം. ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും സ്വർണ്ണനിരക്കിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. മേളകലാ സംഗീത സമിതിയുടെ 16ാമത് വാർഷികാഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം സമിതി പ്രസിഡന്റ് ഉണ്ണി പോറോത്ത് നിർവഹിച്ചു. മേള കലാകാരൻ പെരുവനം പ്രകാശൻ മാരാർ ഏറ്റുവാങ്ങി. കണ്ണമ്പത്തൂർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വിജിൽ R മേനോൻ, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, കൊടകര ഉണ്ണി, കൈലാസ് നന്ദിക്കര എന്നിവർ പ്രസംഗിച്ചു. എല്ലാ പരിപാടികളും ഭംഗിയായി നടക്കുവാൻ കൊടകര ഒന്നുകാർക്കാവ് ദേവി ഒത്തുകാവ് ദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാം മംഗളമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
പ്രവർത്തിക്കുന്ന സോപാന ഗായകനും അനന്തരകലാകാരനും ക്ഷേത്രാനീന്ത്ര ചടങ്ങുകൾക്കൊക്കെ പോകുന്ന ഓറാത്ത് ആനന്ദമാരാർക്കാണ് ഈ വർഷത്തെ സുവർണമുദ്ര. സുവർണമുദ്ര സമർപ്പിക്കുന്നത് വേദിയിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംഗീത സംവിധായകൻ, ഒട്ടനവധി നൂറുകണക്കിന് മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ഉസേപ്പച്ചനാണ് ഈ സുവർണമുദ്ര സമർപ്പിക്കുന്നത്. ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി ഈ ബ്രോഷർ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുക. ശനി 3-ാം തീയതി വർഷം തിങ്കളാഴ്ചയാണ്. പരമാവധി ജനങ്ങളെ ഈ കലാസമിതിയുടെ വാർഷികത്തിന്, മേളകലാ സംഗീത സമിതിയുടെ വാർഷികത്തിന് എത്തിച്ചേരാൻ ആയിട്ട് എല്ലാവരും ആ പരിപാടിയിലേക്ക് എത്തിച്ചേരണം. വേദിയിൽ പ്രഗത്ഭരായിട്ടുള്ള കൊടകര കുഞ്ഞുണ്ണി ഉൾപ്പെടെയുള്ള വർഷങ്ങൾക്ക് മുമ്പ് വട്ടനാത്ര പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തവും ഭഗവതി സേവയും ഞായറാഴ്ച നടക്കും. വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തം രാവിലെ 10-നും ഭഗവതി സേവ വൈകിട്ട് 6-നുമാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ജൂലൈ 7 മുതൽ 15 വരെ ആഘോഷിക്കുന്നു. എല്ലാ ദിവസവും ഗണപതി ഹോമം, ത്രികാല മുളപൂജ, പ്രഭാതപൂജ, ഉപദേവതാ പൂജ, പുരാണ പാരായണം, താന്ത്രിക ഹോമങ്ങൾ, ഹോമകലശാഭിഷേകം, ഉച്ചപൂജ, ഭഗവതി സേവ, സാമൂഹ്യാരാധന, പ്രഭാഷണം, സ്ഥലശുദ്ധി, അത്താഴപൂജ എന്നിവ നടക്കും. ക്ഷേത്രാചാര്യൻ കാരുമാത്ര TS വിജയൻ മുഖ്യ കാർമ്മികനാകും. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി ജിനിൽ നാരായണൻ. ചെങ്ങാലൂർ തേവർത്തറ വീട്ടിൽ നാരായണൻകുട്ടിയുടെയും സുധയുടെയും മകനാണ്. തൃക്കൂർ പഞ്ചായത്ത് ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സുരക്ഷാ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായുള്ള യോഗം ഞായറാഴ്ച രാവിലെ 10:30-ന് പാലക്കിപ്പറമ്പ് VLP സ്കൂളിൽ നടക്കും. മറ്റത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെയും കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. മറ്റത്തൂർ കൃഷിഭവൻ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ്. ഇനി കാണാം ഇൻഫോടോക്ക്. ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ അതിനാവശ്യമായ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ചില സാധാരണ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് തന്നെ വില കൂടിയ സൂപ്പർ ഫുഡുകളെക്കാൾ മികച്ച രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ഭക്ഷണക്രമത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ അറിയാം. പരിപ്പ് വർഗ്ഗങ്ങൾ. സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീന്റെ മികച്ച സ്രോതസ്സാണ് പരിപ്പ് വർഗ്ഗങ്ങൾ. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനം സുഗമമാക്കാനും അമിത വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഓട്സ്. ഹൃദയാരോഗ്യത്തിന് ദിവസവും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഓട്സിലടങ്ങിയിരിക്കുന്ന ബീറ്റ ഗ്ലൂക്കൺ എന്ന സോലുബിൾ ഫൈബർ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. തൈര്. കുടലിൻ്റെ ആരോഗ്യത്തിന് തൈര് കഴിക്കുന്നത് നല്ലതാണ്. കാൽസ്യം, പ്രോട്ടീൻ, പ്രോബയോട്ടിക്സ് എന്നിവയാൽ സമ്പന്നമാണ് തൈര്. ഇത് എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മുട്ട. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചതും സമ്പൂർണവുമായ പ്രോട്ടീൻ സ്രോതസ്സാണ് മുട്ട. ശരീരത്തിനാവശ്യമായ 9 അമിനോ ആസിഡുകളും ഇതിലടങ്ങിയിരിക്കുന്നു. കൂടാതെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിനും പേശികളുടെ ആരോഗ്യത്തിനും ആവശ്യമായ വിറ്റാമിൻ A12, കോളിൻ തുടങ്ങിയ പോഷകങ്ങളും മുട്ടയിൽ ധാരാളമുണ്ട്. ഗോതമ്പും മില്ലറ്റുകളും. ആധുനിക ഭക്ഷണ രീതികളിൽ പലപ്പോഴും വിട്ടുപോകുന്ന ഒന്നാണ് ഫൈബർ. തവിട് കളയാത്ത ഗോതമ്പും മില്ലറ്റുകളും ശരീരത്തിന് ആവശ്യമായ ഫൈബർ, വിറ്റാമിൻ A, മറ്റ് ആവശ്യധാതുക്കൾ എന്നിവ നൽകുന്നു. ഇത് ദഹനപ്രക്രിയ സുഗമമാക്കാനും മെറ്റാബോളിക് പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 27°C, കുറഞ്ഞ ചൂട് 24°C. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ ജൂലൈ 6 തിങ്കളാഴ്ച രാവിലെ 10-ന് അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ നേരിട്ടെത്തുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 13,475 രൂപ, പവന് 1,07,800 രൂപ. ചെങ്ങാലൂർ രണ്ടാം കല്ല് തച്ചമ്പറമ്പിൽ രാജാമണി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രുക്മണിയാണ് ഭാര്യ. ഡോക്ടർ രാജപ്രഭ, രാജപ്രിയ, രാജകുമാർ എന്നിവർ മക്കളും അരുൺ മരുമകനുമാണ്. തൃക്കൂർ കടവാരത്ത് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മല്ലികയാണ് ഭാര്യ. വിനോദ്, വിദ്യ എന്നിവർ മക്കളും വിപിൻ, മാനസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലായിൽ ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് കൊടകര സ്വദേശി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ഓവുങ്ങൽ റോഡിൽ യാത്രാ ദുരിതം. VBG റാംജി പദ്ധതിയുടെ തൃക്കൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. സാഹിത്യകാരൻ പൊൻകുന്നം വർക്കിയെ അനുസ്മരിച്ച് കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 1000 രൂപ കൂടി 1,07,800 രൂപയായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.